ഇന്ന് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. ഇവിടെ എക്സിൻ്റെ വാല്യൂ, എക്സിൻ്റെ വില എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 10ൻ്റെ പവറിൽ എക്സ് ഉണ്ട് ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 5 പവറിൽ എന്തുണ്ട് എക്സ് ഉണ്ട് ഈക്വൽ ടു 2⁸ എന്നാണ് തന്നത്. ഇവിടെ സിമ്പിളായിട്ട് എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എന്തുണ്ട്? 4 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. 4 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, എക്സ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ 2⁸, ആ പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. ഇവിടെ സിമ്പിളി ഞാൻ എത്ര ആൻസർ നിങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആട്ടോ. ഓപ്ഷൻ ഡി, അതായത് 6 ആണ് ആൻസർ വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് വരുന്നത് നോക്കിക്കോ. അതായത് ഇവിടെ 10 പവർ എക്സ് ഇല്ലേ, ഈ 10 പവർ എക്സിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 10 പവർ എക്സിനെ ഈക്വൽ ടു, ഞാൻ ചോദിക്കട്ടെ, 10നെ 2⁵5 എന്ന് ചെയ്തൂടെ? 10നെ 2⁵5 ചെയ്തൂടെ? അതായത് 2⁻x 5⁻x വന്നു. അതായത് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ മാറി? 2ൻ്റെ പവറിൽ എക്സ് ഉണ്ട് ഇൻറ്റു 5ൻ്റെ പവറിൽ എക്സ് ഉണ്ട്, വീണ്ടും ഇൻറ്റു 4 താഴെ 2 ഒരു 5x ഉണ്ട്. അപ്പോൾ ഈ രണ്ട് 5xനും ഈ രണ്ട് 5xനെയും നമ്മൾ കട്ട് ചെയ്യാൻ പോകാം കേട്ടോ. ഈ രണ്ട് 5xനെയും കട്ട് ചെയ്തു, രണ്ടിനെയും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുകളിൽ പിന്നെ ആരാ ഉള്ളത്? മുകളിൽ നമുക്ക് ആകെ ബാക്കിയുള്ളത് 2x ഇൻറ്റു 4നെ എങ്ങനെ മാറ്റി എഴുതാം? 2⁻2 ഈക്വൽ ടു 2⁻8. അങ്ങനെയാണെങ്കിൽ 8 കിട്ടാൻ ബാക്കി എത്ര വേണം? എക്സിന് 6ഉം കൂടി വേണം. അതായത് x+2 എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? x+2 ഈക്വൽ ടു 8 കിട്ടണം. എന്ത് കിട്ടണം? x+2 ഈക്വൽ ടു 8 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താ? x ഈക്വൽ ടു 6 ആട്ടോ. x ഈക്വൽ ടു 6 ആണ്. ഓക്കെ, കിട്ടിയോ?